നമസ്കാരം. 11 വർഷം നീണ്ട മോദി സർക്കാരിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഈ സർക്കാരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വളരെ കുറഞ്ഞ കാലയളവിൽ ഒരു തീരുമാനം തിരുത്തുന്നത്. അവരെടുക്കുന്ന ഏതു തീരുമാനത്തിനും ഉറച്ചു നിൽക്കുക, ആരൊക്കെ എതിർത്താലും നടപ്പിലാക്കുക എന്നതാണ് അവരുടെ രീതി. ആകപ്പാട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു തിരുത്തൽ സംഭവിച്ചിരിക്കുന്നത് കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. അതും എത്രയോ മാസങ്ങൾ കർഷകർ സമരം നടത്തുകയും പാർലമെന്റ് പോലും സ്തംഭിപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിട്ടാണ് അങ്ങനെ ഒരു തിരുത്തൽ നടത്തിയത്. എന്നാൽ ഇതാ 3-4 ദിവസത്തിനകം ഒരു തീരുമാനം തിരുത്തിയിരിക്കുന്നു. നവംബർ മാസം 8-ാം തീയതി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് ഡിസംബർ മാസം 3-ാം തീയതി തിരുത്തിയിരിക്കുന്നു. സഞ്ചാർ സാഥി എന്നു പേരുള്ള ഒരു മൊബൈൽ ആപ്പ് ഇന്ത്യയിലെ സകല മനുഷ്യരുടെയും മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തിരുത്തിയത്. മൊബൈൽ ഉപയോഗ സുരക്ഷയ്ക്ക് വേണ്ടി, കാണാതെ പോകുന്ന മൊബൈൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി, വ്യാജ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തടയാൻ വേണ്ടി, സൈബർ തട്ടിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി എന്നൊക്കെയുള്ള സവിശേഷതകളോടെ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തുടങ്ങിയ ഒരു വെബ്സൈറ്റിൻ്റെ മൊബൈൽ ആപ്പാണ് എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ സ്ഥാപിക്കണം എന്ന് ഉത്തരവിട്ടത്. ഈ പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങളൊക്കെ ശരിയാണ് താനും. ഇതുവഴി മൊബൈൽ ഫോൺ വഴിയുള്ള തട്ടിപ്പുകൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഇനി വിൽക്കാൻ പോകുന്ന എല്ലാ ഫോണിലും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ഇതിനോടകം ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ, അതായത് വിൽക്കാനുള്ളതല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പോലുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ്. മാത്രമല്ല, ഈ മൊബൈൽ ആപ്പ് ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഡിസാബിൾ ചെയ്യാനോ സാധ്യമല്ലാത്ത വിധത്തിലായിരിക്കണം മൊബൈൽ കമ്പനികൾ ചെയ്യേണ്ടത് എന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ഈ ഉത്തരവ് നവംബർ 28-നാണ് പുറത്തു വന്നത്. അതിനു മുൻപ് തന്നെ ഇത് വിവാദമായി. ഉത്തരവിന് മുമ്പ് തന്നെ ഇത്തരം മൊബൈൽ കമ്പനികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ കമ്പനി, മൊബൈൽ കമ്പനി എന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായ ആപ്പിള് നിഷേധിക്കുന്നു. ആപ്പിൾ പറഞ്ഞ് സാധ്യമല്ല, രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളത് പാലിക്കാറുണ്ട്. പക്ഷേ ഇതൊരു വ്യക്തിയുടെ സ്വകാര്യതയെ സ്വാധീനിക്കുന്ന ഏർപ്പാടാണ്, ഞങ്ങളുടെ പോളിസിക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്, ഞങ്ങളത് ചെയ്യില്ല. അങ്ങനെ ആപ്പിളിൻ്റെ നിഷേധമാണ് ഇത് വാർത്തയാക്കാൻ കാരണം. നമ്മുടെ രാജ്യത്ത് ഈ വാർത്ത വരുന്നതിന് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി. റോയിട്ടേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ ഇതേക്കുറിച്ച് ഗൗരവമായ വാർത്തകൾ ചെയ്തു. പിന്നീട് ആപ്പിളിനൊപ്പം രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായ സാംസങ്ങും ചേർന്നു. അവരൊക്കെ പറഞ്ഞു ഇത് ചെയ്യാൻ സാധ്യമല്ല. അപ്പോഴേക്കും ഇന്ത്യൻ പാർലമെന്റിൽ ബഹളമായി, ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഇന്ത്യയിൽ വലിയ വിവാദമായി മാറി. പെഗാസിസ് 2 എന്നാണ് ഇതിന് പേരിട്ടത്. ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയറായ പെഗാസിസ് അതുണ്ടാക്കിയ തലവേദന നമുക്കൊക്കെ അറിയാം. അതേപോലെയുള്ള ഇന്ത്യയുടെ ഒരു ചാര സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞ് വിമർശനമുണ്ടാവുന്നു. കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു, ഇതൊരു ചാര സോഫ്റ്റ്വെയർ അല്ല. പക്ഷേ വിവാദം വളരുകയാണ് ചെയ്തത്, ഒടുങ്ങിയില്ല. ഒടുവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ആർക്ക് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാമെന്ന്. വാസ്തവത്തിൽ ആർക്കും ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലാവണം എന്നായിരുന്നു ഉത്തരവ്. സർക്കാർ തിരുത്തി, ആർക്ക് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം, താല്പര്യമില്ലാത്തവർ ഉപയോഗിക്കേണ്ട എന്ന നിലവിലേക്ക് വന്നു. മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഈ ആപ്പ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, താല്പര്യമില്ലാത്തവർ എന്തിനെ രജിസ്റ്റർ ചെയ്യുന്നു എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ചോദ്യം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല മൊബൈൽ കമ്പനികളോട് പറഞ്ഞിരുന്നത്. അത് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസാബിൾ ചെയ്യാനോ കഴിയാത്ത വിധത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഉത്തരം മുട്ടി, അന്താരാഷ്ട്ര വാർത്തയായി, ഒരു ബിഗ് ബോസായി കേന്ദ്ര സർക്കാർ ആളുകളെ നിരീക്ഷിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്ക് ചർച്ചയായി. ഒടുവിൽ മനസ്സോടെ ഏറെ വിവാദമാകുന്നതിന് മുൻപ് ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. എന്താണ് സഞ്ചാർ സാഥി? അതിന് എന്തിനാണ് എല്ലാവരും ഭയപ്പെടുന്നത്? ഒരു കാര്യം ആലോചിക്കുക. ജനാധിപത്യത്തിൻ്റെ ജീവവായു എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ചും പ്രൈവസിയുമാണ്. അതായത് വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയും. ഇതില്ലാതെ ജനാധിപത്യമില്ല. ഒരു വ്യക്തി നിയമപരമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാവണം. അതാണ് വ്യക്തി സ്വാതന്ത്ര്യം. നിയമമനുസരിച്ച് പ്രവർത്തിക്കാവൂ. പക്ഷേ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടി, അത് ജനാധിപത്യത്തിൻ്റെ കാതലാണ്. രണ്ടാമത്തേത് സ്വകാര്യതയാണ്. ഞാൻ
നിയമവിരുദ്ധമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അത് ആരൊക്കെ അറിയേണ്ടതെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എൻ്റെ സ്വകാര്യത, ഇത് രണ്ടും ജനാധിപത്യത്തിൻ്റെ കാവലാണ്. ഈ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റമാണ് സഞ്ചാർ സാഥി എന്ന ആപ്ലിക്കേഷൻ. ഒരു കാര്യം ആലോചിക്കുക, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ബോഡി പാർട്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പുതിയ അവയവം എന്ന് വേണമെങ്കിൽ നമുക്ക് മൊബൈലിനെ പറയാം. സകല മനുഷ്യരുടെയും, കൊച്ചു പിള്ളേർ മുതൽ സകല മനുഷ്യരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണില്ലാത്ത മനുഷ്യരില്ല. ഈ മൊബൈൽ ഫോണിലാണ് അവൻ്റെ എല്ലാം ഉള്ളത്. അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അവൻ്റെ എല്ലാ വിവരങ്ങളും, ബാങ്കിങ് വിവരങ്ങളെ, ഇമെയില്, വാട്സാപ്പ്, സൗഹൃദങ്ങളെല്ലാം ഈ മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിലെ ഒരു അവയവം പോലെ പ്രധാനപ്പെട്ടതാണ് മൊബൈൽ ഫോൺ. സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത് ഈ എക്സ്റ്റെൻഡഡ് ബോഡി പാർട്ടാണെന്ന്. അങ്ങനെയുള്ള ഈ മൊബൈൽ ഫോൺ ഒരു സോഫ്റ്റ്വെയർ കയറുകയും ആ സോഫ്റ്റ്വെയർ നമ്മൾ ആർക്കൊക്കെ വാട്സാപ്പ് സന്ദേശം അയച്ചു, നമ്മൾ ആരോടൊക്കെ ശൃംഖരിച്ചു, നമ്മൾ ആരോടൊക്കെ നമ്മൾ മാത്രം അറിയേണ്ട പ്രവർത്തികൾ ചെയ്തു, നമുക്ക് എത്രമാത്രം കാശുണ്ട്, നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തു, ഇത്തരം എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അത് വേണ്ടപ്പെട്ടവർക്ക് കൈമാറുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് സ്വകാര്യതയാണുള്ളത്? ഈ സോഫ്റ്റ്വെയർ അത്തരത്തിലൊന്നായിരുന്നു. കേന്ദ്ര സർക്കാർ പറഞ്ഞത് ശരിയാണ്. മൊബൈൽ തട്ടിപ്പ് തടയാൻ കഴിയും, നമ്മുടെ ഫോൺ കാണാതെ പോയാൽ ട്രാക്ക് ചെയ്യാൻ കഴിയും, ബ്ലോക്ക് ചെയ്യാൻ കഴിയും, അത്ര ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പരമപ്രധാനമായ സ്വകാര്യതയും പേഴ്സണൽ ലിബർട്ടിയും ഇല്ലാതായിട്ട് പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഇത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ സത്തയെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. എതിർത്തു. അതിനകത്ത് രാഷ്ട്രീയമില്ലാത്തതിനെ എല്ലാവരും എതിർത്തു. കേന്ദ്ര സർക്കാരിന് മനസ്സിലായി കളി തെറ്റിയെന്ന്. അതുകൊണ്ട് തന്നെ ന്യായീകരണത്തിൽ നിന്നില്ല, പിൻവലിച്ചു. പലപ്പോഴും ഇത്തരം വിവരക്കേടുകൾ പറയാറുണ്ട്. ഇപ്പം ഞാൻ ഇന്നൊരു വാർത്ത വായിച്ചു, വ്യാജ വാർത്തകൾ തടയാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്ന തെറ്റായ നിലപാടാണ്. വ്യാജ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു പഴുതു കൊടുത്താൽ ഏത് നല്ല വാർത്തയും സർക്കാരിനോ ഏതെങ്കിലും വ്യക്തിക്കോ ഇഷ്ടമില്ലാത്ത ഏത് വാർത്തയും തടയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അതിനു വേണ്ടത് ഫേക്ക് വീഡിയോകൾ, ഡീപ് ഫേക്ക് വീഡിയോകൾ, അവയൊക്കെ ഉപയോഗിക്കുന്നത് തടയാൻ നിയമം കൊണ്ടുവരാം. പക്ഷേ വ്യാജ വാർത്തകൾ എന്ന് വാക്ക് അതിൽ ചേർത്താൽ ജനാധിപത്യം ഇല്ലാതാകും, ഫ്രീ സ്പീച്ച് ഇല്ലാതാകും. ഇത്തരത്തിൽ അശ്രദ്ധയോടുകൂടി നിയമപരിഷ്കാരത്തിന് ഒരുങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണോ അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇതേക്കുറിച്ച് ഞാൻ വായിച്ച ഒരു സുന്ദരമായ ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അതിൽ കുറേ ഭാഗങ്ങൾക്ക് വലുതായതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അതിലെങ്ങനെ പറയുന്നു: ഫോൺ മോഷണം തടയുക, സിം കാർഡ് വെരിഫിക്കേഷൻ ഉറപ്പാക്കുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായി ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച സഞ്ചാർ സാഥി എന്ന ആപ്ലിക്കേഷൻ കേവലം ഒരു ജനസേവന ഉപാധി മാത്രമല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് മേൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്ന, നീക്കം ചെയ്യാൻ സാധിക്കാത്ത, നോൺ ഡിലീറ്റബിൾ ആയ ഒരു ഡിജിറ്റൽ മാസ് സർവൈലൻസ് ടൂൾ ആണെന്ന വിമർശനത്തിന് കാരണമായ സാങ്കേതിക കാരണങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമമാണിത്. ബേസിക് ഫംഗ്ഷൻ, അത്യാവശ്യമായ പെർമിഷനുകൾ മാത്രമേ ഈ ആപ്പ് ചോദിക്കുന്നുള്ളൂ എന്നതും ഇൻസ്റ്റലേഷൻ ഓപ്ഷണൽ ആണെന്നതുമാണ് സംഘ് പ്രൊഫൈലുകളുടെ വാദങ്ങൾ സാങ്കേതികമായി നിലനിൽക്കുന്നതല്ലെന്ന് ഈ ആപ്പിന്റെ ഘടനയും സർക്കാർ ഉത്തരവുകളും പരിശോധിച്ചാൽ വ്യക്തമാവും. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ പുറത്തിറക്കിയ നമ്പർ എന്ന പുതിയ ഉത്തരവിലെ ക്ലോസ് 7B പ്രകാരം ഇന്ത്യയിലെ എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളും സഞ്ചാർ സാഥി പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്നാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു സാധാരണ ഉപയോക്താവിന് ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനോ ഉള്ള അവകാശമില്ല എന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പ് ആക്കുമ്പോൾ ഇൻ പ്രാക്ടീസ് ഒരു സിസ്റ്റം ആപ്ലിക്കേഷനായി മാറുകയാണ്. സാധാരണ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോക്താവിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ തന്നെ പല നിർണായക പെർമിഷനുകളും അതിന് സ്വമേധയാ ലഭിക്കുന്നു. റൂട്ട് ചെയ്ത ഡിവൈസുകളിൽ ഈ ആപ്പ് പ്രവർത്തിക്കില്ല എന്നതും അത് മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നതും ഇതിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പോൺസേഡ് സ്പൈവെയറുകൾക്ക് സമാനമായ പ്രവർത്തന രീതിയാണിത്. ഓരോ അപ്ഡേറ്റിലും ഉപയോക്താവ് അറിയാതെ പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ സർക്കാരിന് ഇതുവഴി സാധിക്കും. ഈ ആപ്പിന്റെ ഡീകമ്പൽഡ് സോഴ്സ് കോഡ് പരിശോധിച്ചാൽ പുറമേ പറയുന്ന അവശ്യ സേവനങ്ങൾക്ക് അപ്പുറത്താണ് പൗരന്റെ സ്വകാര്യ ജീവിതം ഒപ്പിയെടുക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന പെർമിഷനുകളാണ് ഇതിൽ കോഡ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. ഇതിൽ പ്രധാനപ്പെട്ട സാങ്കേതിക സാധ്യതകൾ താഴെ പറയുന്നതാണ്. SMS ഡെലിവറി ഉറപ്പാക്കാനാണ്. അങ്ങനെ പറഞ്ഞു പോകുന്നു. പ്രായോഗികമായി ആപ്പിന് മെസ്സേജിന്റെ മെറ്റാ ഡാറ്റ മാത്രമല്ല, മെസ്സേജിന്റെ പൂർണ്ണരൂപമായ മെസ്സേജ് ബോർഡ് ഇതിനെ വായിക്കാൻ സാധിക്കും. മെസ്സേജ് ആപ്പ് വഴിയുള്ള ബാങ്ക് OTPകൾ, ഷോപ്പിംഗ് ഡെലിവറി മെസ്സേജുകൾ, സ്വകാര്യ സംഭാഷണങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ എന്നിവയെല്ലാം ഈ ആപ്പിന് കാണാനും കഴിഞ്ഞ ഒരു മാസത്തെ മെസ്സേജുകൾ ഫിൽറ്റർ ചെയ്ത് സെർവറിലേക്ക് അയക്കാനും സാങ്കേതികത്തിന് കഴിവുണ്ട്. നമ്മുടെ എല്ലാ മെസ്സേജുകളും വായിക്കാം, OTP അടക്കം. അത് വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ഫ്രോഡ് റിപ്പോർട്ടിംഗ് എന്ന പേരിൽ വഴി ആപ്പ് ശേഖരിക്കുന്ന വലിയൊരു ഡാറ്റയാണ്. ഫോൺ നമ്പറുകൾ മാത്രമല്ല, ഫോൺ ബുക്കിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന പേരുകൾ, കാച്ചിഡ് നെയിം അടക്കം ഇത് റീഡ് ചെയ്യുന്നു. ആരുമായി എത്ര നേരം എപ്പോൾ സംസാരിച്ചു എന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ബിഗ് ഡാറ്റ ടാളുകൾ വഴി ഒരു വ്യക്തിയുടെ സോഷ്യൽ ഗ്രാഫ് വരച്ചെടുക്കാൻ ഭരണകൂടത്തിന് സാധിക്കും.
നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ മിസ്ഡ് കോൾ ആയോ എന്നത് വരെ രേഖപ്പെടുത്തുന്നു. സോഷ്യൽ ഗ്രാഫ് എന്നത് വ്യക്തികളും അവർ തമ്മിലുള്ള ബന്ധങ്ങളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് ആണ്. നിങ്ങളുടെ കോൾ ലോഗുകളും കോൺടാക്ട് ലിസ്റ്റും മെസ്സേജുകളും വിശകലനം ചെയ്ത് നിങ്ങൾ ആരുമായി അടുപ്പം പുലർത്തുന്നുവെന്നും നിങ്ങളുടെ സ്വാധീന മേഖലകളും അഭിരുചികളും ഇക്കണോമിക് ഹാബിറ്റുകളും എവിടെയൊക്കെയാണെന്നും കൃത്യമായി വരച്ചെടുക്കാൻ ബിഗ് ഡാറ്റ ടൂളുകൾക്ക് ഇതുവഴി സാധിക്കും. ഒറ്റ നോട്ടത്തിൽ ചിതറിക്കിടക്കുന്നെന്ന് തോന്നുന്ന വിവരങ്ങളെ കോർത്തിണക്കി ഓരോ പൗരൻ്റെയും വ്യക്തിപരവും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുടെ പൂർണ്ണമായ ചിത്രം ഭരണകൂടത്തിൽ ലഭിക്കുന്നത് യൂസ് ചെയ്യാം. QR കോഡ് അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യാൻ മാത്രമേ ക്യാമറ പെർമിഷൻ ഉപയോഗിക്കാൻ പറ്റൂ എന്ന തിയററ്റിക്കലി തെറ്റായ വാദമാണ്. ഒരു ഇൻ പ്രാക്ടീസ് സിസ്റ്റം ആപ്പിന് ക്യാമറ പെർമിഷൻ ലഭിച്ചാൽ പശ്ചാത്തലത്തിൽ എപ്പോഴും ക്യാമറ പ്രവർത്തിപ്പിക്കാൻ സാങ്കേതികമായ തടസ്സങ്ങളില്ല. അതുപോലെ ആക്സസ് ഫൈൻ ലൊക്കേഷൻ വഴി നിങ്ങൾ എവിടെയാണെന്ന് പിൻ പോയിന്റ് ആക്യുറസിയിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഗൗരവകരമായ ഒരു കണ്ടെത്തൽ സതി മെയിൻ ആക്ടിവിറ്റിയുടെ ജാവ ഫയലിൽ 318 മുതൽ 324 വരെയുള്ള ലൈനുകളാണ്. ഇവിടെ വൈഡ് വൈൻ DRM ID ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ പോലും മാഞ്ഞു പോകാത്ത ഒരു യൂണിക് ഡിവൈസ് ID ആണിത്. അതായത് നിങ്ങൾ ഫോൺ മുഴുവൻ ഫോർമാറ്റ് ചെയ്താലും സിം കാർഡ് മാറ്റിയാലും പെർമനന്റ് ഡിവൈസ് ഫിംഗർ പ്രിന്റ് വഴി ഭരണകൂടം നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാങ്കേതികമായി സാധിക്കും. ഈ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് പിന്നിങ് ഇല്ല എന്നത് അതീവ ഗൗരവമായ സുരക്ഷാ വീഴ്ചയാണ്. ഇത് മാൻ ഇൻ ദ മിഡിൽ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സർക്കാരിൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ ഹാക്കർമാർക്കോ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഈ ആപ്പിൽ നിന്നുള്ള ഡാറ്റ ചോർത്താനോ ആപ്പിലേക്ക് തെറ്റായ വിവരങ്ങൾ കടത്തിവിടാനോ ഇതിലൂടെ സാധിക്കും. മാൻ ഇൻ ദ മിഡിൽ ആക്രമണം എന്നത് 2 ഡിവൈസ് അല്ല എങ്കിൽ പ്രൊവൈഡർ യൂസറുകളുടെ തമ്മിലുള്ള ആശയവിനിമയത്തിനിടയിൽ മൂന്നാമതൊരാൾ രഹസ്യമായി നുഴഞ്ഞു കയറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആപ്പിൽ സർട്ടിഫിക്കറ്റ് പിന്നിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഫോണിനും സെർവറിനുമിടയിൽ കൈമാറുന്ന വിവരങ്ങൾ ചോർത്താനോ അതിൽ കൃത്രിമം കാണിക്കാനോ ഹാക്കർമാർക്ക് സാധിക്കും. ഉപയോക്താവ് അറിയാതെ തന്നെ തെറ്റായ വിവരങ്ങൾ ആപ്പിലേക്ക് കടത്തിവിടാനും സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കാനും ഇതുവഴി അവസരമൊരുക്കുന്നു. മറ്റൊരു സാങ്കേതിക സാധ്യത ഇന്ന പെർമിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജിലുള്ള ഫയലുകൾ വായിക്കാൻ മാത്രമല്ല അവയിൽ മാറ്റം വരുത്തി മോഡിഫൈ ചെയ്യാനും പഴയത് ഡിലീറ്റ് ചെയ്യാനും പുതിയ ഫയലുകൾ കൂട്ടിച്ചേർക്കാനും ആപ്പിന് സാധിക്കുമെന്നതാണ്. ഇവിടെയാണ് ഭീമ കൊറേഗാവ് കേസിൽ ആർട്സണൽ കൺസൾട്ടിംഗ് നടത്തിയ ഫോറൻസിക് കണ്ടെത്തലുകൾ പ്രസക്തമാവുന്നത്. റോണ വിൽസൺ, ഫാദർ സ്റ്റാൻ സാമി തുടങ്ങിയ മനുഷ്യാവകാശ പ്രവർത്തകർ കമ്പ്യൂട്ടറുകളിൽ നെറ്റ്വെയർ എന്ന മാൽവെയർ ഉപയോഗിച്ച് പുറത്തുനിന്നൊരാൾ കത്തുകളും ഫയലുകളും നിക്ഷേപിച്ചു. എവിഡൻ പ്ലാൻ ചെയ്തതാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതി ചേർക്കപ്പെട്ടവർ ഒരിക്കൽ പോലും തുറന്നു നോക്കാത്ത ഫയലുകളാണ് അവരുടെ ലാപ്ടോപ്പുകളിൽ പ്ലാൻ ചെയ്യപ്പെട്ടത്. ഇതിന്റെ പേരിൽ അവർക്കെതിരെ UAPA ചുമത്തുകയും ഫാദർ സ്റ്റാൻ സാമി ഇടയിൽ മരണപ്പെടുകയും ചെയ്തു. സഞ്ചാർ സാധിക്ക് സ്റ്റോറേജിൽ റൈറ്റ് പെർമിഷൻ ഉള്ളിടത്തോളം ഭരണകൂടത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ദേശവിരുദ്ധമായ ലഘുലേഖകളോ ചിത്രങ്ങളോ ഫയലുകളോ റിമോട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നത് കേവലം ഒരു പാരനോയിഡ് ഭാവനയല്ല, മറിച്ചൊരു സാങ്കേതിക സാധ്യതയാണ്. നിർണായകമായ മറ്റൊരു പെർമിഷൻ, ഇതിലൂടെ ഫോൺ സ്റ്റേറ്റ് ഐഡന്റിറ്റി എന്നിവ റീഡ് ചെയ്യാൻ ആപ്പിന് സാധിക്കും. ഇത് ഡിവൈസിൻ്റെ ഫോൺ ആക്സസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ അനുവദിക്കുന്നു. ഈ ഒരൊറ്റ പെർമിഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കൃത്യമായ ഫോൺ നമ്പരും ഡിവൈസിൻ്റെ സീരിയൽ നമ്പരും നിങ്ങളിപ്പോൾ കോളിലാണോ അഥവാ കോൾ ആക്റ്റീവ് ആണോ എന്നതും അറിയാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് കോൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന വിവരമെല്ലാം ഡീറ്റർമൈൻ ചെയ്ത് യൂസർ ആരുമായി എപ്പോൾ സംസാരിക്കുന്നു എന്നതിൻ്റെ ലൈവ് സ്റ്റാറ്റസ് എടുക്കാനും പറ്റും. ഇതിനെല്ലാം പുറമെ ഇങ്ങനൊരു ആപ്പ് ഹാങ് ചെയ്യാൻ അത്യാവശ്യമായ വഴി ഫുൾ ഇൻ്റർനെറ്റ് ആക്സസ് ലഭ്യമാണ്. ഇത് നെറ്റ്വർക്ക് സോക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ അനുവദിക്കുന്നു. ഫോണിൽ നിന്ന് ശേഖരിക്കുന്ന സ്വകാര്യ വിവരങ്ങൾ പുറത്തേക്ക് അയക്കാനും ഇൻ്റർനെറ്റിൽ നിങ്ങളുടെ ഡിവൈസിൽ നിന്നും എന്ത് ആക്ഷൻ എടുക്കാനും ഇതുവഴി ആപ്പിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ കുറച്ചുകൂടിയുണ്ട്, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആശിഷ് ജോസ് അമ്പാട്ട് എന്ന് പറയുന്ന ആൾ എഴുതിയ കുറിപ്പാണ്. ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മഹാ അപകടം പിടിച്ച ഒരു ചാര സോഫ്റ്റ്വെയർ തന്നെയാണ്. ജനാധിപത്യ വിശ്വാസമുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന, സ്വകാര്യത നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആരും ഇത് ഇൻസ്റ്റാൾ ചെയ്യരുത്. ചെയ്ത പണി കിട്ടും.